ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ വി ആർ ഇൻ ദ സിറ്റി പാലസ്. സോ ഇന്നലെ ഞാൻ കഫേയിൽ ഒരാളെ കണ്ടപ്പോൾ ആൾ പറഞ്ഞ മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ്. 400 റുപ്പീസാണ്, വിച്ച് ഈസ് ലിറ്റിൽ കോസ്റ്റ്ലി. പക്ഷേ അതിനുള്ളതുണ്ട് ഇവിടെ. ലൈക്ക് പക്ക റോയൽ ഫാമിലിയാണ് ഇവിടെ. ആ റോയൽ ഫാമിലി ഇപ്പോഴും ഇവർ താമസിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ ചില ഏരിയസ് നമുക്ക് ഓപ്പണാണ്. ആ ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഇത്തിരി നേരം നടന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യുവാണ്. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. പക്ഷേ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. ഇതുപോലെ തന്നെ 1-2 പ്രോപ്പർട്ടീസ് ഇപ്പുറത്തൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊക്കെ സെപ്പറേറ്റഡ് ടിക്കറ്റ്സ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് മാത്രമേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സോ ഇന്നധികം സംസാരം ഉണ്ടാകത്തില്ല, മിക്കവാറും BGM ഇട്ട് ഓരോ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബട്ട് എനിവേ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ സിറ്റി പാലസ്. സോ ഞാൻ ഒരു ലസ്സി ഓർഡർ ചെയ്തു. നായിക്കുണ്ടായിരുന്നു. സോ ലസ്സിയിൽ ഒതുക്കാമെന്ന് ചോദിച്ചു. ഇതൊരു 130 രൂപയായി. ബട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ ലസ്സി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മുഴുവനും വേസ്റ്റ് ബാസ്ക്കറ്റ് തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ ഇത് ഒരു ഭംഗിയായിട്ട് വെച്ചേക്കൊന്നുമില്ല. ഐ തോട്ട് ദിസ് വോണ്ട് ബി വേസ്റ്റ് ബാസ്ക്കറ്റ്. പക്ഷേ ഇതാണ് ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ്. കൊള്ളാല്ലേ, വെരി ക്രിയേറ്റീവ്.
ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി ഞാനൊരു കഫേ കണ്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് ബാക്കി പണിയൊക്കെ ചെയ്ത് തീർക്കണം. ഇവിടെ ഒരു ക്യാമറ, ഇത് സെപ്പറേറ്റ് മ്യൂസിയം ആണ്, അതിന് വേറെ നമ്മൾ പൈസ കൊടുക്കണം. ആൻഡ് I don't want to go now. As for now, നേരെ കഫേയിലേക്ക് പോവാം. ഇവിടെ നടന്നു വന്നപ്പോൾ അത് ഇവിടെ വേറൊരു മ്യൂസിയം കാണുന്നു, രാജസ്ഥാൻ ഹെറിറ്റേജ് മ്യൂസിയം. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. Lot of pigeons. And I love pigeons very much. This is so good. ഇനി ഒരു 2 മിനിറ്റ്. വാവ്, ആവശ്യമില്ലേക്ക്. വാവ്, അത് നല്ല കിടിലൻ വിഷ്വലായിരുന്നു. ചുമ്മാ അങ്ങോട്ട് പറക്കുക എന്നെ പോലെ തന്നെ. സോ 2 മിനിറ്റ് വാക്ക് എത്തിക്കഴിഞ്ഞ് വേണം അടുത്ത പണിയെടുക്കാൻ. ഇത് കൊള്ളാം. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ആർച്ചാണ് കേട്ടോ. ഈ ആർച്ചിൽ ഫുള്ള് ആർട്ടാണ്. സോ ഗുഡ് റൈറ്റ്. വെറുതെ ഇവിടെ പ്രാവിന് ഫുള്ള് തീറ്റ കൊടുക്കുക. അതെത്ര വേണ്ട. ഫുഡ് എത്തി. ഏറ്റവും വലിയൊരു കോമഡി ആണെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൊരു വെജ് നൂഡിൽസും ലസ്സിയുമാണ്. അപ്പോൾ അവൻ കൊണ്ട് തന്നിട്ട് യൂട്യൂബറാണെന്നാണ് പെട്ടെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എൻ്റെ എത്ര സബ്സ്ക്രൈബ് ഉണ്ടെന്ന് ചോദിക്കണം. ഞാനൊരു വളരെ ചുരുക്കമാണ്, 5000 സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു എവിടെ നിന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ ചാനൽ കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. അങ്ങനെ അവൻ തൊട്ടൊക്കെ നോക്കി. എന്നിട്ട് ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ പറഞ്ഞില്ല, എനിക്ക് മതി 140 ഓടിക്കളത്. അവിടെ എനിക്ക് ഞാൻ കഫേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4:50 4:50 PM. now 5:30 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം അതിൽ തമ്മിൽ ക്രിയേറ്റ് ചെയ്തുള്ള ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കണം എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ, എന്തൊക്കെയാണ് വില, ഓരോ സാധനത്തിൻ്റെ വിലയൊക്കെ എങ്ങനെ എടുക്കുന്നൊന്നും അറിയണം. അപ്പോൾ അതും കൂടെ പോയതിന് ശേഷം ചിലപ്പോൾ ഞാൻ റിട്ടേൺ റൂമിലേക്ക് ഞാൻ കയറും. കാരണം നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കുറച്ച് പാക്ഡ് ആണ്. കാരണം മൺഡേ അല്ല ട്യൂസ്ഡേ ഞാൻ ജോധ്പൂരിലേക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്ത് തീർക്കാനുണ്ട്. ബട്ട് എനിവേ ഐ എം ഗോണ ഹാവ് ദിസ് ഫുഡ് ആൻഡ് ഐ എം ഗോണ ടേക്ക് യു ഗൈസ് ടു ദ മാർക്കറ്റ്. ഞാൻ ബില്ല് ചെയ്തതിന് ശേഷം അവരോട് വാഷ്റൂം എവിടെയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു റൂഫ് ടോപ്പിലാന്ന് പറഞ്ഞു. റൂഫ് ടോപ്പ് കണ്ടപ്പോൾ റിഗ്രറ്റ് അടിച്ച്, നേരത്തെ ഇവിടെ വന്നാൽ മതിയല്ലോ. ഇവിടെ നല്ല കിടിലം വ്യൂ ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രാവുകളൊക്കെ പറക്കുന്നത്. ഇതാണ് സിറ്റി പാലസ് ഇതിൻ്റെ ഉള്ളിൽ. ആൻഡ് ഇപ്പുറത്ത് സിറ്റി കാണാം.
അങ്ങനെ ആ റൂമിൽ കയറി. യൂബറേറും കോമഡി ആയിരുന്നു, ആൾക്കൊന്നും അറിയില്ല ഫോണിൽ. ഞാൻ യൂബർ ഡ്രൈവ് ചെയ്തിട്ടൊന്നുമില്ല, യൂബർ ഗായായിട്ട് ഞാൻ ഡ്രൈവ് ഒന്നും ചെയ്യില്ല. പക്ഷെ എനിക്ക് ഞാൻ വേണ്ടി വന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആളാദ്യമായിട്ട് ഓടിക്കുന്ന പോലെ. ഞാൻ എത്തിച്ച് പൈസ പേ ചെയ്ത് 50 രൂപ ഉള്ളൂ. ഇവിടെയൊക്കെ എത്ര ഒരു 5-10 കിലോമീറ്റർ ഒക്കെ പോകണമെങ്കിൽ ഈ ബൈക്കാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ കിടന്നുറങ്ങി. നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയുണ്ട്. വെയിൽ ഭയങ്കര ചൂടാണ്, ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ എനിക്കറിയില്ല, അതിൻ്റെ ആയിരിക്കും തോന്നുന്നു. ഞാൻ വന്ന് കിടന്നുറങ്ങി. ഇപ്പം ഏകദേശം 9 മണിയായി. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നതല്ലോ. അപ്പോൾ ഒരു ഇതുണ്ട്, പീനട്സ് കപ്പലണ്ടി മിഠായി. അപ്പോൾ ഇത് കഴിച്ചിട്ട് വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യും. പ്രത്യേകിച്ച് വിശപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വീണ്ടും സിറ്റിയിലേക്ക് പോകും. നാളെ കുറച്ച് ശാന്തമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ബട്ട് എനിവേ, ഐ ഹോപ്പ് യു ലവ് ദിസ് വീഡിയോ. ആൻഡ് ഐ തിങ്ക് മലയാളത്തിൽ സംസാരിക്കുന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു, കാരണം ഇംഗ്ലീഷ് ഇല്ലല്ലോ. ബട്ട് I can't do anything. I'm not doing this for money. I'm not doing this for anything. So എൻ്റെ ഡെയിലി ലൈഫ്, എന്നെ അറിയുന്ന ആൾക്കാർക്ക് കൂടുതലും മലയാളമാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഡു ഫോർ ദം. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. എന്നാൽ എനിക്ക് വീണ്ടും മുന്നോട്ട് ഇടാനുള്ളൊരു മോട്ടിവേഷനെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ എനിവേ, God bless you guys. Bye bye. See you tomorrow.